മലയാളത്തിൽ നിന്ന് തുടങ്ങി തെന്നിന്ത്യ കീഴടക്കിയ നടിയാണ് അംബിക. നല്ല അഭിനയശേഷിയും നല്ല സൗന്ദര്യവും ഒത്തിണങ്ങിയ അംബിക ഒരു കാലത്ത് പ്രേക്ഷകരുടെ ഹരമായിരുന്നു. അംബിക മലയാള സിനിമയിൽ തരംഗമാകുന്നത് ഒരു രതിചിത്രത്തിലൂടെയാണ്. രതിചിത്രത്തിലൂടെ അംബിക തരംഗമായി മാറുകയായിരുന്നു. രതി നിർവേദം എന്ന ചിത്രം കൃഷ്ണചന്ദ്രൻ എന്ന നടനെ മലയാളികളുടെ പ്രിയങ്കരനാക്കി മാറ്റി. കൃഷ്ണചന്ദ്രനെയും അംബികയും ഒരുമിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നായകന്മാരാക്കിക്കൊണ്ട് ജി പ്രേംകുമാർ സംവിധാനം ചെയ്ത രതിചിത്രമാണ് ലജ്ജാവതി. സുബൈറാണ് ഈ ചിത്രത്തിൻ്റെ കഥയും നിർമ്മാണവും നിർവഹിച്ചത്. പാട്ടുകൾ എഴുതിയതും സുബൈർ തന്നെ. മഴ പെയ്ത് പെയ്ത് മണ്ണ് കുളിർത്തു, മല്ലീശ്വരൻ എയ്തെയ്തൻ മനം കുളിർത്തു എന്ന ജയചന്ദ്രനും സുശീലയും പാടിയ സൂപ്പർ ഹിറ്റ് ഗാനം ഈ ചിത്രത്തിൽ ഉണ്ട്. ഈ ചിത്രം വലിയ വിജയമായി മാറി. കൃഷ്ണചന്ദ്രനും അംബികയും തമ്മിലുള്ള ഇഴുകിച്ചേർന്ന രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഈ ചിത്രം. രതി നിർവേദത്തിൽ അഭിനയിക്കുമ്പോൾ കൃഷ്ണചന്ദ്രൻ വളരെ നാണം കുണുങ്ങിയായിരുന്നു. പക്ഷേ ജയഭാരതിയുമൊത്ത് രതിരംഗങ്ങളിൽ അഭിനയിച്ചതോടെ കൃഷ്ണചന്ദ്രൻ്റെ നാണമൊക്കെ മാറി. കൃഷ്ണചന്ദ്രൻ നല്ല ധൈര്യവാനായി മാറി. ലജ്ജാവതിയിൽ അഭിനയിക്കുമ്പോൾ അംബികയ്ക്കായിരുന്നു നാണം. കാരണം കൃഷ്ണചന്ദ്രനുമൊത്ത് ഇത്തരം രംഗങ്ങളിൽ, വളരെ സെൻസിറ്റീവായ രതിരംഗങ്ങളിൽ അഭിനയിക്കാൻ അംബിക മടിച്ചു. കൃഷ്ണചന്ദ്രൻ അംബികയ്ക്ക് ധൈര്യം പകർന്നു എന്നാണ് അക്കാലത്തെ ശ്രുതി. അക്കാലത്തെ സിനിമാ വാരികകളൊക്കെ അംബികയുടെ ലജ്ജാവതിയിലെ നഗ്നചിത്രങ്ങൾ ആഘോഷിച്ചു. ഈ വീഡിയോയ്ക്കൊപ്പം ലജ്ജാവതിയിലെ ചിത്രങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അക്കാലത്ത് ലജ്ജാവതി ഒരു തരംഗമായി മാറി. രതി നിർവേദത്തിന് ശേഷം കൃഷ്ണചന്ദ്രൻ്റെ തുടർച്ചയായ മറ്റൊരു ഹിറ്റ് ചിത്രം അതായിരുന്നു ലജ്ജാവതി. അത് യുവ പ്രേക്ഷകർ ഹൃദയം കൊണ്ട് തന്നെ സ്വീകരിച്ചു. ലജ്ജാവതി ഹിറ്റായതോടെ അംബിക വലിയ നടിയായി മാറി. പ്രേം നസീറിൻ്റെയും ജയൻ്റെയും മധുവിൻ്റെയും ഒക്കെ സിനിമകളിൽ അംബിക എത്തി. പിന്നീട് തമിഴകത്തേക്ക് അംബിക ചുവടുവെച്ചു. തമിഴകത്ത് രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെയും സൂപ്പർ നായികയാകാനുള്ള ഭാഗ്യം അംബികയ്ക്ക് ലഭിച്ചു. അങ്ങനെ അംബിക തമിഴകം കീഴടക്കി. കന്നഡത്തിലും അംബിക വലിയ വിലയുള്ള താരമായിരുന്നു. തെലുങ്കിലും അങ്ങനെ തന്നെ. അംബിക തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമായിരിക്കും ജി പ്രേംകുമാർ സംവിധാനം ചെയ്ത ലജ്ജാവതി. കാരണം അത്തരമൊരു ചിത്രത്തിൽ അല്ലെങ്കിൽ അഭിനയിക്കേണ്ട ഗതികേട് അംബികയ്ക്ക് ഉണ്ടാവുകയായിരുന്നു. അതാണ് ആ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ആ ചിത്രത്തിൽ അഭിനയിച്ചതിന് അംബികയ്ക്ക് സംഭവിച്ച ഒരു ദൗർഭാഗ്യം. പക്ഷേ അതൊരു ഭാഗ്യമായി മാറുകയും കൂടി ചെയ്തു. തമിഴ് നിർമ്മാതാക്കൾ അംബികയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ലജ്ജാവതി എന്ന ചിത്രത്തിലൂടെയാണ്. ഒരു ലജ്ജയും കൂടാതെ നഗ്നത കാട്ടാൻ അംബികയ്ക്ക് കഴിയുമെന്ന് തമിഴ് നിർമ്മാതാക്കൾ ഇതോടെ മനസ്സിലാക്കി. പിന്നീട് തമിഴകത്ത് അംബികയുടെ തേരോട്ടമായിരുന്നു. കമൽഹാസനുമൊത്ത് കാക്കിച്ചട്ടൈ, സകലകലാവല്ലഭൻ തുടങ്ങിയ ചിത്രത്തിലൊക്കെ വളരെ സെക്സിയായി അംബിക അഭിനയിച്ചു. എന്തായാലും അംബിക പിന്നീട് രജനീകാന്തിൻ്റെ പഠിക്കാത്തവൻ അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ നായികയായി. അംബികയുടെ അഭിനയശേഷി വെളിവാക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടായി. നിഷ്കളങ്ക സൗന്ദര്യവും ഗ്ലാമറും ഒരുപോലെ ഒത്തിണങ്ങിയ നടിയായിരുന്നു അംബിക. അതായിരുന്നു അംബികയുടെ പ്രത്യേകത. മുഖത്തെ നിഷ്കളങ്കത്വവും ശരീരത്തിലെ ഗ്ലാമറും ഒരേപോലെ ഒത്തിണങ്ങിയ നടിമാർ കുറവാണ്. അംബികയുടെ അനുജത്തി രാധ പിന്നീട് സിനിമയിലെത്തി.
അപ്പം ആ രാധയ്ക്ക് പോലും ഗ്ലാമർ താരം ഗ്ലാമർ താരം എന്നതിലുപരി നിഷ്കളങ്കമായ ഒരു യുവതിയുടെ പരിവേഷം ഇല്ലായിരുന്നു. അംബികയ്ക്ക് നിഷ്കളങ്കയായ യുവതിയുടെ പരിവേഷവും ഗ്ലാമർ രാജ്ഞിയുടെ പരിവേഷവും ഒരുമിച്ച് ലഭിച്ചു. എന്തായാലും ലജ്ജാവതി 1979 ഇറങ്ങിയ ചിത്രമാണ്. അംബികയുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിൻ്റായ ചിത്രം കൂടിയാണ്.